ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമുക്ക് കുറച്ച് ദിവസമായിട്ടൊരു ഇഷ്യൂ എല്ലാവരും ചോദിക്കുന്നുണ്ട്. RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുമ്പോൾ OTP വരുന്നില്ല, വന്ന OTP കൊടുക്കുന്ന ടൈമിൽ വെരിഫൈ ആവുന്നില്ല എന്നൊരു ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് വെരിഫൈഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പലരും നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ മിക്കവാറും നമ്മുടെയൊക്കെ പാരന്റ്സിന്റെ നമ്പർ ആയിരിക്കും നമ്മൾ ആധാർ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ മൊബൈൽ നമ്പർ ആയിരിക്കും. മേ ബി നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന ടൈമിലുള്ള മൊബൈൽ നമ്പർ ഇപ്പൊ യൂസിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ തന്നെ ആധാർ കാർഡിൽ കൊടുത്ത് ലിങ്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ആയവരുടെ കേസിലാണെങ്കിൽ പിന്നെയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് OTP വരുന്നില്ല, OTP വന്നു കഴിഞ്ഞാലും അത് വെരിഫൈ ആവുന്നില്ല. ഈ രണ്ട് ഇഷ്യൂസ് ആണ് പിന്നെ പറയുന്നത്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, RRB എക്സാംസിന് ആധാറിന്റെ വെരിഫിക്കേഷൻ OTP അയക്കുന്നത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല, RRB ആണ് OTP നമുക്ക് അയക്കുന്നത്. അപ്പം ഇഷ്യൂ വരുന്നത് RRBയുടെ ഭാഗത്ത് നിന്നാണ്. RRBയുടെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഈ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളവര്, OTP വരുന്നില്ല, വന്ന OTP വെരിഫൈ ആവുന്നില്ല, ഈ രണ്ട് ഇഷ്യൂ ഉള്ളവര് RRBക്ക് ഒരു മെയിൽ അയക്കുക. ഓക്കെ, ആ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്, അപ്പൊ അതൊന്ന് റിസോൾവ് ചെയ്ത് തരിക എന്നുള്ള രീതിയിൽ ഒരു മെയിൽ RRBക്ക് അയക്കുക. അവരെന്തായാലും 24 അവേഴ്സിനകത്ത് തന്നെ നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ആ റിപ്ലൈ നോക്കിയിട്ട് അവരെന്താണോ പറയണത് അതിനനുസരിച്ച് ഒരു തവണ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ല, എന്നൊരു ഇഷ്യൂ വരുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ അതർ ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും I don't have an ആധാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. നമ്മൾ എക്സാമിന് കൊടുക്കുന്ന ടൈമിൽ ആധാർ കാർഡ് ID ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ബാക്കിയുള്ള IDs യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതിന് ആ ഒരു ഇഷ്യൂ വരണില്ല. അപ്പം ഒരു രക്ഷയും ഇല്ല, ലാസ്റ്റ് ഡേറ്റ് വരെയും പ്രശ്നം റിസോൾവ് ആവുന്നില്ല എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാം. എനിക്ക് ആധാർ കാർഡ് ഇല്ല എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് പോവാം. പിന്നെ ചിലർ പറയുന്നുണ്ട് മിഡ് നൈറ്റിലും ഏർലി മോർണിംഗിലും ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് OTP വരുന്നുണ്ട്, കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ OTP ഇഷ്യൂ നോക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് OTPയുടെ പ്രശ്നമോ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഓൾറെഡി അപ്ലൈ ചെയ്തത് കൊണ്ടായിരിക്കാം, ആധാർ ഓൾറെഡി വെരിഫൈഡ് ആയതുകൊണ്ടായിരിക്കാം എന്റെ അക്കൗണ്ടിൽ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണോ നിങ്ങളുടെ ഇഷ്യൂ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് 1 by 1 ആയിട്ട് റിസോൾവ് ചെയ്ത് നോക്കുക. ഏത് ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ടും അതിലൊന്നും തന്നെ നമുക്ക് പറ്റണില്ല, അപ്ലൈ ചെയ്യാൻ പറ്റണില്ല, ഡേറ്റ് അടുത്തു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഇല്ല എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് മാത്രമേ ഉള്ളൂ RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.